തെരഞ്ഞെടുപ്പ് തോൽവിയുടെ മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തുമ്പോഴും റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഒഴിവാക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണ. സർക്കാരിന്റെ നയം, നിലപാട് എന്നിവ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായെന്ന് മാത്രമേ സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുകയുള്ളൂ. കണ്ണൂരിലെ കൊട്ടേഷൻ, SFI വിഷയങ്ങളിൽ വിമർശനമുന്നയിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എക്സിക്യൂട്ടീവ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കലായിരുന്നു CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ പ്രധാന അജണ്ട. 14 ജില്ലാ കൗൺസിലിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത എക്സിക്യൂട്ടീവ് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം തോൽവിയിൽ പ്രധാന പങ്കുവഹിച്ചതായി വിലയിരുത്തി. സർക്കാരിൻ്റെ നയം, നിലപാട് എന്നിവ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി. നയങ്ങൾ ജനപക്ഷത്തു നിന്ന് സ്വീകരിക്കുന്നതിൽ സർക്കാരിന് പിഴവ് വന്നു. ഇതിലെല്ലാം സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയുടെ പങ്ക് സുവ്യക്തമായതിനാൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ പ്രത്യേകമായി പരാമർശിക്കേണ്ട കാര്യമില്ലെന്നാണ് എക്സിക്യൂട്ടീവിലെ ധാരണ. ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം സാമുദായിക ചേരിതിരിവും ഫലത്തെ സ്വാധീനിച്ചു. സാമുദായിക ചേരിതിരിവ് ശക്തമായതാണ് BJPക്ക് വോട്ട് കൂടാൻ കാരണം. സാമുദായിക ചേരിതിരിവ് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മുന്നണിക്കായില്ല എന്നും എക്സിക്യൂട്ടീവ് വിമർശിച്ചു. കണ്ണൂരിലെ കൊട്ടേഷൻ സംഘത്തിനും SFIക്കുമെതിരെ വിമർശനം ഉന്നയിച്ച ബിനോയ് വിശ്വത്തിന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത്തരം വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കേണ്ടതായിരുന്നുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ശരിയായ കാര്യങ്ങൾ വിമർശനം ഉന്നയിച്ചാൽ ഇടതുപക്ഷ ഐക്യത്തിന്റെ കോട്ടമല്ല, ഗുണമാണ് ഉണ്ടാകുകയെന്നും നേതാക്കൾ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വിമർശിക്കാനാവില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇപ്പോൾ വിമർശിച്ചതും നേരത്തെ വിമർശിക്കാതിരുന്നതും ശരിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനം അവലോകനം ചെയ്യാൻ CPI പ്രത്യേക എക്സിക്യൂട്ടീവ് യോഗം വിളിക്കും. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.